ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ലിയോ എന്ന മൂവിയിലെ ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് 2 പേരെ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വരച്ചു തുടങ്ങാൻ പോകുന്ന വിജയുടെ ഫേസ് ആണ്. അപ്പോൾ മിക്കവർക്കും തെറ്റിപ്പോകാൻ നല്ലപോലെ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ഡ്രോയിങ് തന്നെയാണ് ഇത്. കാരണം ഇതിനകത്ത് നമുക്ക് A4 പേപ്പർ തന്നെ നമ്മൾ 2 പേരെ വരയ്ക്കുന്നുണ്ട്. അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരച്ചു തുടങ്ങാൻ പോകുന്ന വിജയുടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് വരച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഭാഗം ഏതാണോ ആ ഒരു ഭാഗം തന്നെ നിങ്ങൾ വരച്ചു തുടങ്ങുക. പിന്നെ ഈ ഒരു ലൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ, അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഷാരൂഖ് ഖാനെ ഡ്രോയിങ് ചെയ്തപ്പം ഒരു വീഡിയോയ്ക്ക് അത് പ്രത്യേകം ഞാൻ അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡും ആ ഒരു അളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈൻസ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രിഡ് ലൈൻസ് അതുപോലെ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയും കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കണ്ടിട്ട് ഔട്ട്ലൈൻ ചെയ്യുക. കാരണം നമുക്ക് ഇതിനകത്ത് ഒരാളല്ല 2 പേരെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 പേരെ വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ഫേസ് നമുക്ക് ചെറുതായിട്ടായിരിക്കും വരിക. കാരണം ഫേസ് മാത്രമല്ല, നമുക്ക് കൈയൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ചുരുങ്ങും. നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ചെറുതായി പോകും നമുക്ക് ഇതിനകത്ത് വരയ്ക്കുമ്പോൾ. അപ്പം ചെറുതാകും തോറും നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ RDX എന്ന മൂവിയിലെ 3 പേരെ വരയ്ക്കാവുന്നതെന്ന് ചോദിച്ചപ്പം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഒരു 2 പേരെ കൂടുതൽ ഈ ഒരു പേപ്പറിൽ A4 വരയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം വരയ്ക്കുന്നവരുണ്ടാവും. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്കത് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ A3 പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കി നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നി. കാരണം നമ്മൾ 3 പേരെയൊക്കെ വരയ്ക്കുമ്പോൾ സാധാരണ A3 പേപ്പറാണ് യൂസ് ചെയ്യാറ്. A4-നേക്കാളും വലുതാണത്, നിങ്ങൾക്കറിയായിരിക്കും. A4-ൽ ഞാൻ സാധാരണ ഇപ്പോൾ 2 പേരെയൊക്കെ വരയ്ക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒരാളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ A3 പേപ്പറിൽ വരച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വരയ്ക്കുന്ന ടേബിളിൽ എനിക്ക് A3 പേപ്പർ വെച്ച് വരയ്ക്കാനും ഉള്ളൊരു സ്പേസ് ഇല്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ A3 പേപ്പർ വാങ്ങിയിട്ട് നിങ്ങളെ വരച്ച് കാണിക്കാമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സൗകര്യം കിട്ടുന്നത് A4 പേപ്പർ തന്നെയാണ്. കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി മുമ്പോട്ടുള്ള വീഡിയോയിലൊക്കെ ഞാൻ വോയിസ് കൊടുത്ത് തന്നെ പോകാം, അതായത് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പോകാം. അപ്പം ഈയിടെയൊക്കെ മഴയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് മഴയായപ്പം നമ്മൾ വോയിസ് കൊടുക്കുന്നത് പറമ്പിൽ ഇറങ്ങിയിട്ടാണ് വോയിസ് കൊടുക്കാറ് വീഡിയോയ്ക്കൊക്കെ. അപ്പം നമ്മൾ ആദ്യം വരയ്ക്കും, പിന്നീടാണ് വോയിസ് കൊടുക്കാറ്. അപ്പം വീട്ടിൽ അതിനുള്ളൊരു സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി വോയിസ് കൊടുക്കാറ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡാണെങ്കിൽ പോലും ഞാൻ ഓരോ വീഡിയോക്കകത്തും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ചാനലിലേക്ക് ഒരാൾ വന്നിട്ട് ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവർ നോക്കുമ്പോൾ കാര്യങ്ങളൊന്നും പറയാണ്ട് നമ്മൾ വരച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം പുതിയതായിട്ട് വരുന്ന ഒരാളാകുമ്പം നമ്മുടെ പഴയ വീഡിയോസൊന്നും കണ്ടിട്ട് കാണില്ല ചിലപ്പം. അപ്പോൾ ഈ ഒരു വീഡിയോസ് ആയിരിക്കും അവർ ആദ്യം കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു വീഡിയോക്കകത്താണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോക്കകത്ത് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ ഇന്നപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്താൽ മതി അവർക്ക് മനസ്സിലാകും. പക്ഷേ അതുപോലെയല്ല, പുതിയതായിട്ട് ഒരാൾ വന്നു കഴിയുമ്പം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. പിന്നെ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് വെറുതെ വരച്ച് പോകുന്നതിലും കൂടുതൽ നന്നായിട്ട്, അതായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി വരയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞ്, അതായത് നല്ല രീതിയിൽ പഠിച്ചിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാനാണല്ലോ അത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതോടെ എനിക്കും അതിനെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കാണല്ലോ അതെ വീഡിയോ വെറുതെ നോക്കി വരയ്ക്കുന്നതൊക്കെ നല്ലത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കി ചെയ്യുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഓരോ വീഡിയോക്കകത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകാം. വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, മഴകളൊന്നും ഇല്ലെങ്കിൽ, സിറ്റുവേഷനൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓരോ വീഡിയോക്കകത്ത് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളത് കേട്ടിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ വരയ്ക്കാനൊക്കെ പറ്റും. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രോയിങ് പഠിക്കുന്ന ഒരു ദിവസത്തിൽ വന്നതാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഡ്രോയിങ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. നമുക്ക് ദിവസങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോയി അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും ആവില്ല. ഡ്രോയിങ് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കത്തുള്ളൂ.
അപ്പോൾ അതൊക്കെ മുഖ്യ വിളിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് കയറി നോക്കാവുന്നതാണ്. നമ്മൾ ചാനൽ പ്ലേലിസ്റ്റൊക്കെ ഓരോ ട്യൂട്ടോറിയലായിട്ട് കൊടുത്തിട്ടുണ്ട്. കളർ പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ മെത്തേഡ്, ഫ്രീ ഹാൻഡ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെങ്കിൽ ആ ഓരോ പ്ലേലിസ്റ്റും നോക്കിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് ഞാൻ എല്ലാവിടേക്കും പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ സംശയങ്ങളൊക്കെ വരുമ്പോൾ ചോദിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഡ്രോയിങ്ങിനെ പറ്റി എന്ത് സംശയമാണെങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കാതിരിക്കരുത്. നിങ്ങൾ ചോദിക്കുക, കമൻറ്റായിട്ടോ മെസ്സേജായിട്ടൊക്കെ ചോദിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം നമ്മൾ ഡ്രോയിങ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോയാൽ മതി. അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഒന്ന് ഇമ്പ്രൂവ് വരാനുള്ളൊരു സമയം കിട്ടും. അപ്പം ഇപ്പം അങ്ങനെ സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരാളെ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമായിരുന്നു, A3 പേപ്പറിൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് എങ്ങനെയാണ് A4 പേപ്പറിലും A3 പേപ്പറിലും വരയ്ക്കാമെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഗ്രിഡ് വരയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാന്നൊക്കെ ആ വീഡിയോക്ക് ഞാൻ പറയാറുണ്ട്. നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നതല്ല, നമ്മൾ മെയിനായിട്ട് ഗ്രിഡ് വരയ്ക്കുന്ന ഒരു ഐഡിയ കിട്ടിയാൽ മതിയല്ലോ നിങ്ങൾക്ക്. ആ ഒരു ഐഡിയ കിട്ടി കഴിയുമ്പം ബാക്കിയെല്ലാം സെയിമാണ്. നമ്മൾ A4 വരയ്ക്കുന്ന പോലെ തന്നെ നിങ്ങൾ A3 വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു A3 പേപ്പറിൽ വരച്ച് കാണിക്കാനുള്ളൊരു സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ വിജയുടെ ഫേസ് ഔട്ട്ലൈൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫേസ് വരയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ വരച്ച് തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വിജയുടെ ഫേസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ട് മാത്രം അത് വിലയിരുത്തുക. കാരണം ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഷേപ്പ് വ്യത്യാസം പോലെയൊക്കെ തോന്നും, അല്ലെങ്കിൽ ശരിയായെന്നൊക്കെ തോന്നും. പക്ഷേ ആ ഡ്രോയിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വിലയിരുത്തുക. ഇപ്പോൾ നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുവാണെങ്കിലും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു വർക്ക് കാണാൻ നല്ലത് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിലും. ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രോയിങ്ങൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കാരണം ഈ ഒരു ചാനൽ വഴി ഞാൻ ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഇടാറുണ്ട്. മിക്ക ദിവസം തന്നെ, അതായത് എല്ലാ ദിവസവും തന്നെ ഞാൻ ഇടാറുണ്ട്. സമയം കിട്ടുന്ന പോലെയൊക്കെ ഇടാറുണ്ട്. അപ്പം മിക്കതും ട്യൂട്ടോറിയൽ വീഡിയോസ് തന്നെയാണ്. പിന്നെ ഒരു ഡ്രോയിങ് നമ്മൾ 3 പാർട്ട് അല്ലെങ്കിൽ 4 പാർട്ടൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓരോ പാർട്ടും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാനൊക്കെ ഉള്ളൊരു സമയം കിട്ടും. അപ്പോൾ നമ്മളൊരു ഡ്രോയിങ് ഒന്നിച്ച് ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടത്തില്ല. അതായത് മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു സമയമൊന്നും കിട്ടത്തില്ല.
അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അപ്പോൾ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ വേണ്ടി ചോദിക്കാം. ഞാൻ റിപ്ലൈ ആയിരുന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ താമസിക്കാൻ അതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും.